ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രുദ്രപ്രതാപനെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്റെ തലവരയുടെ കുഴപ്പോ. കാർത്തിക്കിനെ ഈ കുടുംബം മുടിക്കാൻ പിറന്നവനെന്നല്ലേ അച്ഛനും അമ്മയും പറയുന്നേ. അവർക്ക് തെറ്റുപറ്റിയതാ. ഈ കുടുംബം മുടിപ്പിക്കാൻ പിറന്നത് ഞാനാ. ചേച്ചി, എനിക്ക് കല്യാണത്തിന് യോഗമില്ല. കല്യാണം കഴിക്കാൻ യോഗമില്ലാത്ത എന്നെ അച്ഛനും അമ്മയും കൂടി കല്യാണം കഴിപ്പിച്ചു വിടാൻ നോക്കിയപ്പോ ഈശ്വരന്മാർക്ക് അവരെ വെല്ലുവിളിക്കുന്ന പോലെ തോന്നിക്കാണും. അപ്പൊ തന്നെ ഈശ്വരന്മാരെ ശിക്ഷിച്ചു. അതിനുവേണ്ടി കാർത്തിക്കിന്റെ മനസ്സിൽ കുറച്ച് ദുഷ്ടതരം കുത്തിവെച്ചു. അതാ സംഭവിച്ചത്. എല്ലാം എന്റെ തലവരയുടെ കുഴപ്പോ. എന്റെ മാത്രം കുഴപ്പം. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഇത് കേൾക്കുമ്പോ ചേച്ചി സ്വയം ശപിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ഞാൻ എന്നെ ശപിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവം ശപിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടല്ലേ എന്നെ. എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയാ അച്ഛനും അമ്മയും അനുഭവിക്കുന്നത്. എന്റെ കൂടപ്പിറപ്പായി ജനിച്ചു പോയതിന്റെ ശിക്ഷയാ നീ അനുഭവിക്കുന്നത്. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ സത്യോ പാറു? എന്റെ കല്യാണം നടന്നു കാണാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അതിനു വേണ്ടിയല്ലേ ലീവ് എടുത്ത് ഉത്സവത്തിന് വന്നത്? അത് ഈശ്വരന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ ഓരോരോ അപശകുനങ്ങൾ കാണിച്ച് നിന്നെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ നീ പിന്തിരിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാ ആ ബോർഡ് നിന്റെ തലയിലിട്ട് ശിക്ഷിക്കാൻ നോക്കിയത്. എന്നിട്ടും നീ പിന്തിരിഞ്ഞില്ലല്ലോ. അപ്പൊ ഈശ്വരന്മാർക്ക് നിന്നോടുള്ള ദേഷ്യം കൂടി. അതുകൊണ്ടാ ഇത്രയും വലിയൊരു കുറ്റം നിന്റെ തലയിലെടുത്ത് വെച്ചെന്നത്. ഞാൻ കാരണോ? ഈ കുടുംബം മുടിപ്പിക്കാൻ പറഞ്ഞ ഈ ചേച്ചി കാരണോ? ചേച്ചിയുടെ തലവരയുടെ കുഴപ്പമൊന്നും അല്ല ഞാൻ അനുഭവിക്കുന്നത്. എല്ലാവരും രുദ്രപ്രതാപനെ കാണുമ്പോ ചാടി എഴുന്നേറ്റ് താണ് വണങ്ങി നിൽക്കും. അയാള് പറയുന്നതെല്ലാം വേദവാക്യം പോലെ സ്വീകരിക്കും. പക്ഷെ അയാള് കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ അയാളുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയല്ലേ ചെയ്തത്. അതയാൾക്ക് ആദ്യത്തെ അനുഭവമല്ലേ. അയാള് പക തീർക്കാൻ ശ്രമിക്കുക. അതെങ്ങനെയാ ചേച്ചിയുടെ കുറ്റമാവുന്നത്? നിങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞാ മതി. മാഞ്ഞു പോയ തിരുവാഭരണം അടുത്ത നിമിഷം പൊങ്ങി വരും. അയ്യോ പാറു, വേണ്ട. ജീവൻ പോയാലും അയാളുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. ചേച്ചിക്ക് കല്യാണത്തിന് യോഗമില്ലെന്ന് ആരാ പറഞ്ഞത്? അയാളുടെ വാലില്ലേ ഉണ്ണി. ചേച്ചിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിട്ടില്ലേ? സമ്മതം എന്ന ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ മതി. അടുത്ത മുഹൂർത്തത്തില് നിങ്ങളുടെ കല്യാണം. അതിലും ഭേദം റെയിൽ പാളത്തിൽ തല വെക്കുന്നതാ. ചേച്ചിയുടെ തലവരയ്ക്കും എന്റെ തലവരയ്ക്കും ഒന്നും ഒരു കുഴപ്പമില്ല. ചേച്ചി ആത്മാഭിമാനം മാറ്റിവെച്ച് അവരുടെ വാശിക്ക് കീഴടങ്ങി കൊടുത്താൽ അടുത്ത നിമിഷം നമ്മുടെ ജീവിതം മാറും. കെട്ടാ പെണ്ണായി മരിക്കുന്നവരെ നിന്നാലും കുഴപ്പമില്ല. അഭിമാനം മാറ്റിവെച്ചിട്ട് ഒരു ജീവിതം വേണ്ട. എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാ. എന്താ ചേച്ചി? ഇത്രയും പ്രായമായിട്ടും അമ്മയുടെ സാരത്തുമ്പ് പിടിക്കാതെ നടക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. അനിയത്തി നീയാണെങ്കിലും അച്ഛന്റെ അമ്മയുടെയും കണ്ണില് പ്രായവും പക്വതയും ഇല്ലാത്ത ചെറിയ കുട്ടി ഞാനാ. പക്ഷെ എന്നെപ്പോലെ അല്ല നീ. നിനക്ക് പക്വതയുണ്ട്, തന്റേടുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നേരിടാനുള്ള മനക്കെട്ടിയുണ്ട്. അല്ല, ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എന്റെ ഭാവിയെക്കുറിച്ചോ എന്റെ ജീവിതത്തെക്കുറിച്ചോ ഇനി നീ ആലോചിക്കണ്ട. എന്നെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ നീ പെടാപ്പാട് പെടുകയും വേണ്ട. അച്ഛനെ അമ്മയെ നോക്കി ഞാൻ എന്റെ ജീവിതം തീർത്തോളാം. ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ ഭാവി കളയരുത്. ഇനി നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാ മതി. എന്റെ ജീവിതോ? എന്താ ചേച്ചി ഉദ്ദേശിച്ചത്? പാറു, എന്റെ ജീവിതം തന്നെയാ ഞാൻ ജീവിക്കുന്നത്. അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടിയുള്ളതാ എന്റെ ജീവിതം. മോളെ പാറു, നമ്മൾ കരകയറും ചേച്ചി. പഴയ ജീവിതമല്ല, അതിനേക്കാളും 100 ഇരട്ടി നല്ല ജീവിതം നമ്മൾ തിരിച്ചു പിടിക്കും. രുദ്രപ്രതാപൻ എന്നല്ല ആര് വിചാരിച്ചാലും നമ്മളെ മുട്ടുകുത്തിക്കാൻ കഴിയില്ല. പാറുവാ പറയുന്നേ. ചേച്ചി കുറിച്ചു വെച്ചോ. വാക്കിനെന്താ ശക്തി. ചട്ടമ്പി പാറു തന്നെയാ. ഞാൻ വിട്ടു പോയില്ല ചേച്ചി. ചേച്ചിക്ക് സങ്കടം വരുമ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഈ ചട്ടമ്പി പാറു ഇന്നും കൂടെ ഉണ്ടാവും. തിരുവാഭരണം മോഷ്ടിച്ചു എന്ന കുറ്റമല്ലേ ഇപ്പൊ എന്റെയും അച്ഛനെയും തലയിലുള്ളത്. നാട്ടുകാരെ മുഴുവൻ നമുക്കെതിരെ തിരിച്ച അച്ഛനും ഞാനും തോറ്റു പോകുന്നായിരിക്കും രുദ്രപ്രതാപന്റെ വിചാരം.
അത് മോഷ്ടിച്ചത് രുദ്രപ്രതാപന്റെ ആള് തന്നെയാ. അയാളെ കണ്ടുപിടിച്ചിരിക്കും. അയാളെ കൊണ്ട് അത് ചെയ്യിച്ചത് രുദ്രപ്രതാപനാണെന്ന് തെളിയിക്കുകയും ചെയ്യും. പക്ഷെ എങ്ങനെ? ദേവി തന്നെ ഒരു വഴി കാണിച്ചു തരും. ചേച്ചി നോക്കിക്കോ. അടുപ്പത്ത് ചോറുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. നീതു, എന്താ നീ കിതയ്ക്കുന്നെ? എന്തിനാ ഓടി വരുന്നേ? കയ്യില് പാമ്പിന്റെ ചിത്രമുള്ള ഒരാളെയല്ലേ നീ കഴുകപ്പുരയുടെ ഭാഗത്ത് വെച്ച് കണ്ടേ? ആ അതെ. അതുകൊണ്ട് അയാളെ ഞാൻ കണ്ടു. നീതു, അയാള് തന്നെയാണെന്നാ തോന്നുന്നേ. നീ ഒന്ന് തെളിച്ചു പറ. പാമ്പ് പിടിച്ച ഒരാളെ ഞാൻ വഴി വെച്ച് കണ്ടു. കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. ഞാൻ അവരെ മുത്തശ്ശനടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. മുത്തശ്ശന് അയാൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴാ അയാൾ വന്നത്. പാമ്പിന്റെ ചിത്രം ഞാൻ ശരിക്കും കണ്ടതാ. എന്നിട്ട് മരുന്നൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അയാൾ അവരെയും കൂട്ടിക്കൊണ്ട് പോയി. കയ്യില് പാമ്പിന്റെ ചിത്രം ഉണ്ടെങ്കിൽ അയാളെ തന്നെ ആയിരിക്കും. അയാളെ പിടിക്കണം. നീതു വാ. പാറ പറഞ്ഞ അടയാളം ഓർമ്മയുള്ളോണ്ട് ഞാൻ കുറച്ചു ദൂരം അവരുടെ പുറകെ പോയി. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണമല്ലോ. പെട്ടെന്ന് ഒരാൾ എന്നെ തിരിഞ്ഞു നോക്കി. അയാളാ നേതാവ്. അയാള് പിന്നെയും എന്നെ തിരിഞ്ഞു നോക്കിയപ്പോ എനിക്ക് പേടിയായി. പിന്നെ ഞാൻ അവരുടെ പിറകെ പോയില്ല. ഓടി വന്ന് നിന്നോട് പറഞ്ഞു. അയാളെ നിന്നെ കണ്ടതിന് ശേഷം നീ എന്തായാലും അവരുടെ പുറകെ പോവാതിരുന്ന നന്നായി. നീ സംശയിക്കുന്ന പോലെ അവര് കള്ളന്മാര് തന്നെയാണെങ്കിൽ അവർ നിന്നെ ഉപദ്രവിക്കുമായിരുന്നു. അല്ല, അവരേത് ഭാഗത്തേക്കാ പോയത്? ഈ ഭാഗത്തേക്ക് തന്നെയാ. ആൾത്തറയുടെ അടുത്ത് നിന്നും എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. ആവണശ്ശേരി മനയുടെ പുറകിലുള്ള കാട്ടിന്നാണ് അയാളെ പാമ്പ് കടിച്ചെന്നല്ലേ അവര് മുത്തശ്ശനോട് പറഞ്ഞത്? അപ്പോ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും അവരുടെ സങ്കേതം. നമുക്ക് അവിടെ പോയി നോക്കാം. വാ. ഞാൻ മരുന്നുമായിട്ട് വരാം, പേടിക്കണമെന്ന് പറഞ്ഞല്ലേ? ഉത്സവം നടക്കുന്നതിനിടയിലാ നമ്മൾ തിരുവാഭരണം മോഷ്ടിച്ചത്. നമ്മൾ മോഷ്ടിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ട് ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മോഷ്ടിക്കാനുള്ള ബുദ്ധി മാത്രം ഉണ്ടായാൽ പോരാ, പിടിക്കപ്പെടാതിരിക്കാനുള്ള ബുദ്ധിയും കാണിക്കണം. പാമ്പ് കടിച്ച ചികിത്സിക്കണ്ടേണ. ആൾക്കാർ കാണുമെന്ന് കരുതി ഒന്നും ചെയ്യാതിരുന്ന വിഷം കയറി ചത്തുപോയില്ലേ? എന്നിട്ട് വിഷം കയറി നീ ചത്തുപോയോ? ഇല്ല. ഞാൻ തന്ന മരുന്ന് മുഴുവൻ നീ ചവച്ചിറക്കിയോ? ഇറക്കണ. ഇത് ചവയ്ക്ക്. ചവച്ചരച്ചിറക്കണം.